വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 2 നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാവുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരിങ്ങ ഇട്ടിട്ട് ഉണക്കമുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് ഇടണമെങ്കിൽ അതും ഇതിൻ്റെ ഒപ്പം തന്നെ വറുത്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് നമ്മൾ 2 നേന്ത്രപ്പഴം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം വഴറ്റി ഇത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട, ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 4 വലിയ സ്പൂൺ നമ്മുടെ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം ഒരു 1.5 മിനിറ്റ് നേരം അത് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 വലിയ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 ഏലക്കയുടെ കുരു മാത്രം ചതച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കണം. അപ്പം എന്താ നമുക്കിതുപോലെ പതഞ്ഞ് കിട്ടും. അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഴം തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ നമ്മൾ കത്തിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന കോഴിമുട്ട ചെറുതാണെങ്കിൽ 4 കോഴിമുട്ട വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ വലിയ മുട്ടകളായതുകൊണ്ടാണ് 3 എണ്ണം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറൊരു നല്ല ഷേപ്പിലുള്ള വട്ടത്തിൽ ഷേപ്പിലുള്ള ഒരു പാൻ എടുക്കുക. അതിൽ നമ്മൾ നെയ്യ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതായത് പഴം, മുട്ട, തേങ്ങ കൂട്ടുണ്ടല്ലോ, അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, ദോശക്കല്ല് നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കാം. തീ നല്ലോണം കുറച്ച് വയ്ക്കണം. അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ പാൻ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പാകം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മോൾ ഭാഗം ഉണ്ടല്ലോ, അത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും. അതായത് വെള്ളം പോലെ വാട്ടറി ആയിട്ട് കാണില്ല. നന്നായിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോഴാണ് നമ്മൾ ഈ പാനിൽ നിന്ന് നമുക്ക് മാറ്റേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഇതാ നമ്മളിത് തുറന്ന് നോക്കുകയാണ്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ, ഇത് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മുകൾ ഭാഗം കണ്ടോ വാട്ടറി ആയിട്ടല്ല ഇതിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എനിക്കിത് കറക്റ്റായിട്ട് ഒരു 15 മിനിറ്റ് നേരമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചിലർക്ക് ഇത് മാറാം. അപ്പോൾ ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ പാനിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അടിഭാഗം കണ്ടോ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മിനിറ്റ് നേരം നമ്മൾ തീ കത്തിച്ചിട്ട് ഈ പാനിലിട്ടിട്ട് 1 മിനിറ്റ് നേരം വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വെന്തോന്ന് നോക്കാനായിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇതിലേക്ക് കുത്തി നോക്കുക. എന്നിട്ട് നോക്കുമ്പോൾ കണ്ടോ ഇതിൽ മാവൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാനിലിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 2 നേന്ത്രപ്പഴം കൊണ്ടുള്ള പലഹാരം റെഡിയായി. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വെറും 15 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.